എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ആ ഒരു സുവിശേഷത്തെപ്പറ്റി നമ്മൾ ഇന്ന് കുറച്ച് ഗഹനമായി ധ്യാനിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു തരാം എന്താണ് സുവിശേഷം എന്ന്. അതായത് 2 ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്ന് ബുക്കൊക്കെ ഉള്ളവർക്ക് എഴുതിയെടുക്കാം കേട്ടോ. പോയിൻ്റായിട്ട് അച്ഛൻ പറയുള്ളൂ. 2 ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര ശിഷ്യന്മാർ? 2 ശിഷ്യന്മാർ. എവിടെ നിന്ന്? മലപ്പുറത്തുനിന്ന്. ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാത്ര ചെയ്യുന്നതിനിടയിലാണ് നമ്മുടെ കർത്താവായ യേശു മിശിഹ മൂന്നാമനായിട്ട് അവരോടൊപ്പം ചേരുന്നത്. ആര് ചേരുന്നത്? നമ്മുടെ കർത്താവായ യേശു മിശിഹ മൂന്നാമനായിട്ട് അവരോടൊപ്പം ചേരുകയാണ്. പക്ഷെ കർത്താവാണ് അതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായോ? കർത്താവാണ് അതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഈ യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് കർത്താവ് മരിച്ചു കഴിയുമ്പോൾ ആദ്യം കർത്താവിനെ കാണുന്ന വ്യക്തി ആരാ? ആർക്കെങ്കിലും പറഞ്ഞുതരാം? മഗ്ദലേന മറിയമാണ് കർത്താവിനെ ആദ്യം കാണുന്നത്. അപ്പോൾ കർത്താവിനെ അവൾ ആദ്യം കണ്ടു കഴിയുമ്പോൾ അവൾ വിചാരിക്കുന്നുണ്ട് ഇത് തോട്ടക്കാരനാണെന്ന്. എൻ്റെ ഗുരുവിനെ എവിടെയെങ്കിലും നിങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി എടുത്തോളാം എന്ന് വിചാരിക്കുകയാണ്. തോട്ടക്കാരനാണെന്നാണ് വിചാരിക്കുന്നത്. കർത്താവിൻ്റെ മുഖത്തിനൊരു മാറ്റം വന്നിട്ടുണ്ട്, ശരീരത്തിനൊരു മാറ്റം വന്നിട്ടുണ്ട്. കർത്താവ് മൂന്നാമത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോഴും അവർക്ക് പിടികിട്ടുന്നില്ല ഇത് കർത്താവാണെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വാ, എൻ്റെ മുറിവിലൊക്കെ ഒന്ന് തൊട്ട് നോക്ക്, ഞാൻ തന്നെ ഇടാന്ന് ഉറപ്പിക്ക്. എന്നിട്ടും അവർക്ക് പേടി മാറുന്നില്ല. എന്നാൽ അപ്പോൾ ഒരു അപ്പം എടുത്തുകൊണ്ടിരാം, ഒരു മീനും എടുത്തുകൊണ്ടിരാൻ പറയും. കർത്താവ് അതും കഴിച്ച് കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് കർത്താവാണെന്ന് അവർക്കൊരു ബോധ്യം വരുന്നത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒന്നും കൂടി അച്ഛൻ പറയാണ്, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ എവിടെ നിന്ന് എവിടേക്ക് പോകുമായിരുന്നു? ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോകുമായിരുന്നു ശിഷ്യന്മാർ. എമ്മാവൂസിലേക്ക് പോകുമ്പോൾ എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? 2 ശിഷ്യന്മാരുണ്ടായിരുന്നു. 2 ശിഷ്യന്മാരുടെ കൂടെ ആര് കൂടെ ചേരുന്നു? ഈശോ കൂടെ ചേരുന്നു. ഈശോ കൂടെ ചേർന്ന് യാത്ര ചെയ്ത് വൈകുന്നേരം ആയി കഴിയുമ്പോൾ അവർ പറയും, കൂട്ടുകാരാ നീ പോകണ്ട. ഈശോനോട് പറയുകയാണ്, ഇപ്പോൾ പോകണ്ട, രാത്രി ആയില്ലേ, ഇനി നമുക്കിവിടെ ടെൻ്റ് അടിച്ച് ഇവിടെ കിടക്കാമെന്ന് പറയും. അപ്പോൾ അവരിങ്ങനെ ടെൻ്റ് അടിച്ച് രാത്രി അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് കർത്താവ് എന്ത് ചെയ്യും? അപ്പം മുറിച്ച് അവർക്ക് കൊടുക്കും. എന്ത് മുറിച്ച്? അപ്പം മുറിച്ച് അവർക്ക് കൊടുക്കും. അപ്പം മുറിച്ച് കഴിച്ചു കഴിയുമ്പോൾ അവരുടെ ആന്തരികമായ കണ്ണുകൾ തുറക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ഇത് നമ്മുടെ കർത്താവല്ലേ എന്നുള്ളൊരു തെളിമയുള്ളൊരു കാഴ്ച അവർക്ക് കിട്ടുക, ബോധ്യം കിട്ടുക. പിന്നീട് അവർ പറയും, അവൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വഴി നീളെ അവൻ ഇങ്ങനെ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അത് നമ്മുടെ കർത്താവായിരുന്നു. അതാണ് അവരപ്പം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരുടെ ഹൃദയം ജ്വലിച്ചു കഴിഞ്ഞത്. അപ്പോൾ കർത്താവ് അവർക്ക് അപ്പം കൊടുത്ത് അപ്പം കഴിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ കർത്താവാണെന്ന് അവർക്ക് മനസ്സിലായി. വചനം പറയുന്നുണ്ട്, കർത്താവാണെന്ന് മനസ്സിലാക്കിയ ആ നിമിഷം തന്നെ കർത്താവ് അപ്രത്യക്ഷനായിപ്പോയി. മനസ്സിലായോ? പിന്നീട് വചനം അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഈ അപ്പവും കഴിച്ച് ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ അവർ എമ്മാവൂസിൽ നിന്ന് ജെറുസലേമിലേക്ക് യാത്രയായി. അപ്പോൾ തന്നെ, വെയിറ്റ് ചെയ്തില്ല, എമ്മാവൂസിലേക്ക് പോയില്ല, മറിച്ച് ജെറുസലേമിലേക്ക് യാത്രയായി. അപ്പോൾ അച്ഛനെ ഈ സുവിശേഷ ഭാഗം ഒന്ന് വിവരിച്ച് തന്നതാണ്. ഇങ്ങനെയാണ് ഈ ഒരു ചിന്ത മനസ്സിലുണ്ടാകണം, വളരെ വ്യക്തമായിട്ടുണ്ടാവണം. ഈ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിലേ നമ്മൾ അച്ഛനെ വ്യാഖ്യാനം തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കുഴപ്പമുണ്ടോ അച്ഛൻ പറഞ്ഞത്? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയറാണോ? എല്ലാവർക്കും ക്ലിയറാണോ? ക്രൈസ്തവരൊക്കെ ഇവിടെയുണ്ട്, അതുകൊണ്ടാണ് ഇത്ര സിമ്പിളായിട്ട് അച്ഛൻ പറയുന്നത്. ക്രൈസ്തവർക്കൊക്കെ അത് അറിയാവുന്ന കാര്യമാണ്. ക്രൈസ്തവർ അറിയാൻ വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞെന്നുള്ളൂ. കൈവീശിയെ മനസ്സിലായവരെല്ലാവരും? എമ്മാവൂസിലേക്ക് പോകുന്ന വഴിക്ക് കർത്താവ് കൂടുന്നു, കർത്താവ് അവസാനം അപ്പം കൊടുക്കുന്നു, അപ്പം കൊടുത്തു കഴിയുമ്പോൾ അവരുടെ കണ്ണ് തുറക്കുന്നു, കർത്താവാണെന്ന് മനസ്സിലാവുന്നു. പിന്നെ എന്ത് സംഭവിക്കുന്നു? അവൻ സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ല എന്ന് പറയുന്നു. പിന്നെ എമ്മാവൂസിൽ നിന്ന് എമ്മാവൂസ് ഇച്ചിരിയും കൂടി പോയാൽ മതിയായിരുന്നു. എമ്മാവൂസ് എത്തിയില്ലായിരുന്നു, എമ്മാവൂസ് എത്താൻ പോവുമായിരുന്നു. അവിടെ നിന്ന് നേരെ എങ്ങോട്ട് പോകുന്നു? ജെറുസലേമിലേക്ക് പോകുന്നു. അപ്പോൾ ഇപ്പോൾ 2 സ്ഥലങ്ങൾ മനസ്സിൽ വെക്കണം കേട്ടോ, ചെറുതങ്ങൾ. 2 സ്ഥലങ്ങൾ മനസ്സിൽ വെക്കണം. ഒന്ന് ജെറുസലേം, 2 എമ്മാവൂസ്. അപ്പോൾ ജെറുസലേമിൻ്റെ പ്രത്യേകതകൾ എഴുതി വയ്ക്കുക. ജെറുസലേമിൻ്റെ പ്രത്യേകതയാണ് ദൈവ സാന്നിധ്യം ഉള്ള ഇടമാണ് ജെറുസലേം.
ജെറുസലേം എന്ന് പറയുന്നത് ദൈവീക സാന്നിധ്യം ഉള്ള ഇടമാണ് ജെറുസലേം. ദൈവീക സാന്നിധ്യം ഉള്ള ഇടമാണ് ജെറുസലേം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് ജെറുസലേം, അല്ലേ? ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ഒരിടമാണ് ജെറുസലേം. ജെറുസലേമിലാണ്, ജെറുസലേം ദേവാലയത്തിൽ കർത്താവ് പല പ്രാവശ്യം ചെല്ലുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇല്ലേ? കർത്താവിന് ഏത് ദേവാലയത്തിലാണ് ആദ്യം കുഞ്ഞായിരിക്കുമ്പോൾ സമർപ്പിക്കുന്നത്? ജെറുസലേം ദേവാലയത്തിലാണ്. കർത്താവിന് ഏത് ദേവാലയത്തിൽ വെച്ചാണ് 12ാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടു പോകുന്നത്? ജെറുസലേം ദേവാലയത്തിൽ വെച്ചാണ്. കർത്താവ് രാജകീയ പ്രവേശനം, ഓശാന ഞായറാഴ്ച രാജകീയ പ്രവേശനം നടത്തുന്ന പട്ടണത്തിൻ്റെ പേരെന്താ? ഹലോ, ജെറുസലേം കേട്ടോ. ഇനി എന്ത് ചോദ്യം ചോദിച്ചാലും ജെറുസലേം എന്ന് പറഞ്ഞോളാം. അതിനു വേണ്ടിയിട്ട് അച്ഛൻ പറയുന്നത് രാജകീയ പ്രവേശനം നടത്തിയ സ്ഥലത്തിൻ്റെ പേരേതാ? വെരി ഗുഡ്, ജെറുസലേം കേട്ടോ. ജെറുസലേമിലേക്കായിരുന്നു രാജകീയ പ്രവേശനം നടത്തിയിരുന്നത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായെ യൂദാസ് ഒറ്റിക്കൊടുത്ത സ്ഥലത്തിൻ്റെ പേരെന്താ? ജെറുസലേം. കർത്താവ് അടികൊണ്ട പ്രത്തോറിയ ഇരുന്ന സ്ഥലം ഏതാ? ജെറുസലേം. കർത്താവിനെ കുരിശിൽ തച്ച സ്ഥലത്തിൻ്റെ പേരെന്താ? ജെറുസലേം. ആമാന്തിക്കണ്ട സ്ഥലത്തിൻ്റെ പേരെന്താ? ഒച്ചേ പറഞ്ഞ എന്താ? ജെറുസലേം. അതായത് ഇപ്പം ഞാൻ കർത്താവാണെങ്കിൽ എൻ്റെ പാദങ്ങൾ ഒരുപാട് ചലിച്ചിട്ടുള്ള ഒരു പുണ്യഭൂമിയാണ് ജെറുസലേം, അല്ലേ? ഇവിടെ ആരെങ്കിലും ജെറുസലേമിൽ പോയിട്ടുണ്ടോ? ഒന്ന് കൈവീശിയേ ഉള്ളവർ. നീ പോയിട്ടുണ്ടോ? ഇല്ല. ഒരാൾ ടീച്ചർ പോയിട്ടുണ്ട്. ജെറുസലേം പോയിട്ടുണ്ടോ? പോകാൻ നിൽക്കുവാണ്. ഞാനും പോകാൻ നിൽക്കുവാണ്. ഇപ്പോഴല്ല, ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട്. പോവാം. ഉണ്ടാവും, 100% ഉണ്ടാവും. കയ്യൊന്ന് വീശിയേ. ജെറുസലേം കേട്ടോ. അപ്പോൾ ജെറുസലേം എന്ന് പറയുന്നത് ഏറ്റവും പുണ്യപ്പെട്ട സ്ഥലമാണ്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച, നമ്മുടെ കർത്താവായ ഈശോ മിശിഹ പിശാചുക്കളെയൊക്കെ ബഹിഷ്കരിച്ച, എന്തിന്? നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പീഡ, സഹന, മരണ, ഉദ്ധാന രഹസ്യങ്ങൾ മുഴുവനും സംഭവിച്ചിരിക്കുന്ന എവിടെയാണ്? ശാരദാമ്മേ, വലതുകരം ഉയർത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ജെറുസലേമിൻ്റെ പ്രത്യേകതകൾ മനസ്സിലായില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. മനസ്സിലായോ? ഇപ്പം മലപ്പുറത്ത് മരിയൻ ധ്യാന കേന്ദ്രം എന്നതുപോലെ കർത്താവിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ജെറുസലേം. അപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തു നിന്നാണ് അപ്രധാനമായൊരു സ്ഥലത്തേക്ക് ശിഷ്യന്മാർ പോകുന്നത്. ഏത് സ്ഥലത്തേക്ക്? എമ്മാവൂസിലേക്ക്. ജെറുസലേമിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്നാമത്തെ പ്രത്യേകത എന്തായിരുന്നു ജെറുസലേം? എന്തായിരുന്നു? കേട്ടില്ല, അച്ഛൻ പെട്ടെന്ന് മറന്നു പോകും. അതാണ് ജെറുസലേമിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. ദൈവിക സാന്നിധ്യമുള്ള, ദൈവ സാന്നിധ്യമുള്ള ഇടമാണ് ജെറുസലേം എന്ന് പറയുന്നത്. ഒന്നാമത്തേത്, കർത്താവായ ഈശോ മിശിഹ ഈ ജെറുസലേം എന്ന നഗരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവ് നമ്മോട് പറയുന്നൊരു കാര്യം ഇതാണ്: ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകരുത്. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകരുത്. എഴുതി വെച്ചോ, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകരുത്. ജെറുസലേം എന്ന് പറയുന്ന ഇടം ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമായതുപോലെ നമ്മളും ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഒരിക്കലും അകന്നു പോകരുത്. നമ്മളെപ്പോഴാണോ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുന്നത്, ആ സമയം മുതൽ നമ്മുടെ തകർച്ചകൾ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങും. ബൈബിളിൽ ഒരാളെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാമോ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഓടിപ്പോയ ഒരാൾ? ആരാ? ദാവീദ്. തുടക്കം മുതൽ നമുക്ക് വരാം. ഒന്നാമത്തെ ആള് ആദവും ഹവ്വായും. ആളുകൾ ഓർക്കുന്നുണ്ടോ? പറുദീസയിലായിരുന്നു, ദൈവ സാന്നിധ്യമുള്ള ഇടമായിരുന്നു. വചനം പറയുന്നത് എന്താ? ആദവും ഹവ്വായും ദൈവത്തിൻ്റെ കൈയും പിടിച്ച് തന്തൂരി ചിക്കനും കഴിച്ച് ഉലാത്തിക്കൊണ്ടിരുന്ന ആളുകളാണ്. മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ച് ഉലാത്തിക്കൊണ്ടിരുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളാണ് അവസാനം ദൈവത്തിൻ്റെ കൽപ്പനകൾ തെറ്റിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ പറുദീസയിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. കണ്ടോ? ദൈവ സാന്നിധ്യം ഒരിക്കലും നമ്മളെ നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മുടെ പാപം മൂലം, നമ്മുടെ അശുദ്ധികൾ മൂലം ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തി കളയരുത്. ഇനി ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ് ആരാ? ആരാ? 2 പേർക്കറിയാം. ആരാ? സാവൂളാണ് കേട്ടോ, മറന്നുപോയി. എല്ലാതും ക്രിസ്ത്യാനികൾക്ക് ചാടി പറയേണ്ട ആളുകളാണത്. ന്യായാധിപന്മാരുടെ കാലഘട്ടം അവസാനിക്കുമ്പോൾ ന്യായാധിപന്മാരോട് ജനങ്ങൾ പറയണം, ന്യായാധിപന്മാരും മതി, ഇനി ഞങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളെ പോലെ ഒരു രാജാവിനെത്താം. അപ്പോൾ ദൈവം പറയും, രാജാവ് വന്നാൽ ശരിയാവത്തില്ല കേട്ടോ, ഞാൻ നിങ്ങളുടെ രാജാവാണ്, വേറെ രാജാവിനെ വേണോ?
അപ്പോൾ അവരിങ്ങനെ മുറവിളി കൂട്ടും, വേറെ രാജാവിനെ വേണം, വേറെ രാജാവിനെ വേണം, വേറെ രാജാവിനെ വേണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആദ്യം കൊടുക്കുന്ന രാജാവിൻ്റെ പേരെന്താ? സാവൂള്. സാവൂള് നമ്മുടെ എന്താണ് ഇത് ഇവനെ പോലെ സുന്ദരനായിരുന്നു, 6 അടി ഉയരവും സൗന്ദര്യധാമമായിരുന്നു. അവനെപ്പോലെ സുന്ദരനായ ചെറുപ്പക്കാരൻ വേറെ ഉണ്ടായിരുന്നില്ല. അവൻ്റെ ഉയരത്തെക്കുറിച്ച് നിറത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ബൈബിളിൽ. പക്ഷെ അവൻ രാജാവായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ 1-ാം പ്രമാണ ലംഘനമൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ദൈവികമായ ഇടത്തിൽ നിന്ന്, ദൈവസാന്നിധ്യത്തിൽ നിന്ന് അവൻ പുറത്തുപോയി. പിന്നെ അവന് രാജാവായി നിലകൊള്ളാൻ പറ്റിയോ? അവനൊരു പിശാച് അവനെ ബാധിക്കുക പോലും ഉണ്ടായി. ദൈവസാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ ആരും പുറത്തു പോയേക്കരുത്. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അച്ഛനെ കേൾക്ക്, ജീവിതത്തിൽ എന്ത് കടബാധ്യത വന്നാലും, എന്ത് രോഗം വന്നാലും, നിരാശയ്ക്ക് 1000 കാരണങ്ങളുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ദൈവത്തെ പഴിചാരി, ദൈവത്തെ തള്ളിപ്പറഞ്ഞ് പുറത്തേക്ക് പോയേക്കരുത്. പിശാച് കാത്തു നിൽക്കുകയാണ്. നിരാശയും കൊണ്ട് വരുന്നുണ്ട്, വാ നമുക്ക് പോവാം. കൂടോത്രം കൊണ്ട് വരുന്നുണ്ട്, വാ പോവാം. മന്ത്രവാദം കൊണ്ട് വരുന്നുണ്ട്, പോവാന്ന് പറഞ്ഞ് പിശാച് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവസാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പുറത്തു പോകരുത്. തള്ളക്കോഴിയുടെ ചിറകിന് കീഴിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ സുരക്ഷിതരാണ്. എപ്പോഴാണോ ഈ തള്ളക്കോഴിയിൽ നിന്ന് പുറത്ത് ഓടി ഇതുങ്ങൾ പുറത്തേക്ക് പോകുന്നത്, ആ സമയത്ത് വല്ല പരുന്തോ ഇതൊക്കെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പറന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ഈ അമ്മച്ചി പറഞ്ഞ രാജാവ്, സാവൂള് കഴിഞ്ഞാൽ വരുന്ന രാജാവ് ആരാ? സാവൂള് കഴിഞ്ഞ് വരുന്ന രാജാവ് ആരാ? ദാവീദ് രാജാവ് ചെയ്ത തെറ്റെന്താ? ദൈവസാന്നിധ്യത്തിൽ നിന്ന് പുറത്തുപോയി. അതായത് ബത്ശേബയുമായിട്ട് 6-ാം പ്രമാണ ലംഘനം, വ്യഭിചാരമാകുന്ന പാപം ചെയ്ത് കഴിയുമ്പോൾ ദൈവസാന്നിധ്യത്തിൽ നിന്ന് ആര് പുറത്തു പോകുന്നുണ്ട്? ഈ 6-ാം പ്രമാണ ലംഘനം മാത്രമല്ല, കൊലപാതകവും ചെയ്യുന്നുണ്ട്. ബത്ശേബയുടെ ഭർത്താവിൻ്റെ പേരെന്താ? ഊറിയ. ഹലോ, ബൈബിളൊക്കെ ഇരുന്ന് വായിക്കണം കേട്ടോ. നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും ബൈബിളിനെ കുറിച്ച് അറിയണം കേട്ടോ. അപ്പോൾ പഴയ നിയമമൊക്കെ ഇതൊക്കെ കഥ പോലെയാണ്. 1 സാമുവേൽ 2 സാമുവേലൊക്കെ വായിക്കുമ്പോൾ കഥ പോലെ വായിക്കാം, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഈ ബൈബിളൊക്കെ വായിക്കുക, ബേസിക് ആയിട്ടുള്ള അറിവുകളൊക്കെ നേടിയെടുക്കാൻ പരിശ്രമിക്കുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഏത് രാജാവിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ? ദാവീദ് അല്ലേ? ഏത് രാജാവാ? ആദ്യത്തെ രാജാവാരാ? സാവൂള് കേട്ടോ. രണ്ടാമത്തെ രാജാവ് ദാവീദ് മെയിനായിട്ട് 2 പാപങ്ങൾ ചെയ്തു. ഒന്നാമത്തേത് 6-ാം പ്രമാണ ലംഘനം, രണ്ടാമത്തേത് കൊലപാതകം. 2 പാപങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യത്തിൽ നിന്ന് പുറത്തു പോവുകയും ദാവീദിൻ്റെ കുഞ്ഞിനെ ദൈവം പ്രകരിക്കുകയും കുഞ്ഞ് മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ദാവീദിൻ്റെ ആ ഒരു കുടുംബത്തിൽ നിന്ന് വാള് വിട്ടുമാറുന്നില്ല. ദാവീദിനെതിരെ സ്വന്തം മകന് പോലും വാള് ഉയർത്തുന്നുണ്ട്, രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവസാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പുറത്തു പോകരുത്. വീണ്ടും അച്ഛൻ പറയാണ്, ദൈവസാന്നിധ്യത്തിൽ നിന്ന് പുറത്തു പോകരുത്. ദാവീദ് കഴിഞ്ഞുള്ള രാജാവാരാ? സോളമൻ എന്ത് തെറ്റായത്? അന്യ ദൈവങ്ങളെ ആരാധിച്ചു. സോളമനാണ് ജെറുസലേം ദേവാലയം പണി കഴിപ്പിക്കുന്നത്. വളരെ ഗംഭീരമായ ജെറുസലേം ദേവാലയം പണി കഴിപ്പിക്കുന്നു. പക്ഷെ സോളമന് പറ്റിയ ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, കുറേ സ്ത്രീകളെ വിവാഹം ചെയ്തു സോളമൻ. എന്നിട്ട് ഈ അന്യദേശത്ത് നിന്നുള്ള സ്ത്രീകളെയൊക്കെ വിവാഹം ചെയ്ത് കഴിയുമ്പോൾ ഈ അന്യദേശത്തുള്ള സ്ത്രീകളുടെ ദൈവങ്ങളെയും കൂടി കൊണ്ടുവരും. മനസ്സിലായോ? മറ്റ് ദൈവങ്ങളെയും കൂടി കൊണ്ടുവന്നിട്ട് ആ സ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ ആരാധിക്കും. ആ സമയം ദൈവം എന്ത് ചെയ്യും? ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും. നമ്മളെപ്പോഴും ഓർക്കണം, നമ്മളിവിടെയൊക്കെ ആരാധിക്കാൻ വരുമ്പോൾ 2 വഞ്ചിയിൽ കാലുകുത്താൻ പറ്റത്തില്ല. നമ്മുടെ കർത്താവാണെങ്കിൽ ഉറച്ചു നിന്നോളണം. കർത്താവിൽ ഒരു കൂടോത്രത്തിനോ, ഒരു മന്ത്രവാദത്തിനോ, ഒരു ചാത്തൻ സേവയ്ക്കോ, ഒരു കൈവശത്തിനോ, ഒരു ക്ഷുദ്രക്രിയകൾക്കോ നമ്മൾ ഒരിക്കലും പോയേക്കരുത്. പോയി കഴിഞ്ഞാൽ ദൈവ സാന്നിധ്യം എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിന്നെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൂടെ നടന്നൊരു അപ്പോസ്തലനുണ്ട് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയത്. അതാരാ? അതെല്ലാവർക്കും അറിയാം, യൂദാസ്. നല്ലൊരു ദൈവത്തിൻ്റെ, നല്ലൊരു ഗുരുവിൻ്റെ, ദ ബെസ്റ്റ് ഗുരു പോസിബിൾ ഓൺ ദ സർഫസ് ഓഫ് ദ വേൾഡ്, ഈ ലോകത്തുള്ള ഏറ്റവും നല്ല ഗുരുവായിരുന്നു നമ്മുടെ കർത്താവായ ഈശോ മിശിഹ.
അത്രയും നല്ലൊരു ഗുരു ഉണ്ടായിട്ട് ആ പാവം ഗുരുവിനെ ഒറ്റിക്കൊടുത്ത വ്യക്തിയാണ് യൂദാസ്. അവൻ ദൈവസാന്നിധ്യത്തിൽ നിന്ന് പുറത്തുപോയി. അപ്പോൾ അവനെന്ത് സംഭവിച്ചു? യൂദാസിന് എന്ത് സംഭവിച്ചു? ഒച്ചേ പറഞ്ഞു, ഭ്രാന്ത് പിടിച്ചു. അവൻ കെട്ടിത്തൂങ്ങി ചത്തു. മനസ്സിലായോ? ദൈവസാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പുറത്തു പോകരുത്. ദൈവസാന്നിധ്യത്തിൻ്റെ ഉള്ളിലായിരിക്കാനായിട്ട് നമ്മളെപ്പോഴും പരിശ്രമിക്കണം. പിന്നെ നമ്മൾ ലൂക്കാസ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നൊരു ധൂർത്തപുത്രൻ്റെ ഉപമയുണ്ടല്ലോ, അത് ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ? ഇടമെടുക്കന്മാരെ ധൂർത്തപുത്രൻ്റെ ഉപമ അറിയോ? ഇങ്ങോട്ട് വാ, നീ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരു പുത്രൻ സമ്പാദ്യങ്ങളൊക്കെ എടുത്തിട്ട് അവൻ്റെ ഇഷ്ടപ്രകാരം താമസിക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞിട്ട് പൈസയൊക്കെ ഇല്ലാണ്ട് തിരിച്ച് വന്നിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോയിട്ട് മാപ്പ് ചോദിച്ചു. അപ്പോൾ പിതാവ് ക്ഷമിച്ചിട്ട് എൻ്റെ പുത്രനെ ഒരുവനായി സ്വീകരിച്ചു. വെരി ഗുഡ്. കഴിഞ്ഞ ദിവസം ആരുടെ വീഡിയോ ആയിരുന്നു ചേച്ചി? അവൻ്റെ ആയിരുന്നോ? 3 പേരുടെ. ഞാനിപ്പോൾ എല്ലാ ദിവസവും ബൈബിളിലെ പുസ്തകങ്ങളുടെ പേര് പഠിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഇടുന്നുണ്ടല്ലോ. എല്ലാ പുസ്തകങ്ങളും. നീ ആയിരുന്നല്ലേ അന്ന്? എഴുന്നേക്ക്, വീഡിയോ കാണട്ടെ. അവനെ ഫോക്കസ് ഇവനെല്ലാ ബൈബിളിലെ 73 പുസ്തകങ്ങളും കാണാപ്പാഠം പഠിച്ച് എനിക്ക് വീഡിയോ ആയിട്ട് ചേച്ചിയും ചേട്ടനും കൂടി അയച്ചു തന്നു. വലതുകരം ഉയർത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെയൊക്കെ മാലാഖമാരെ പോലെ വളർത്തിക്കൊണ്ടിരും. ഭയങ്കര ഫെയ്ത്താണ്. അതാണ് നല്ല അപ്പനും നല്ല അമ്മയ്ക്കും നല്ല മക്കളുണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. യഥോ രാജ തഥോ പ്രജ, 100% ഉറപ്പാണ്. വിശുദ്ധിയിൽ നിന്നേ വിശുദ്ധി വരുള്ളൂ. കർത്താവ് പറയില്ലേ, നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കും, ചീത്ത വൃക്ഷം ചീത്ത ഫലം പുറപ്പെടുവിക്കും. വലതുകരം ഉയർത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈയൊന്ന് വീശിയേ കേട്ടോ. അപ്പോൾ ദൈവസാന്നിധ്യത്തിൽ നിന്ന് പുറത്തു പോകരുത്. നമ്മുടെ ധൂർത്തപുത്രൻ ദൈവസാന്നിധ്യത്തിൽ നിന്ന്, അപ്പൻ്റെ സ്നേഹത്തിൽ നിന്ന് പുറത്തുപോയി അല്ലേ? പിന്നീട് അനുദപിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ദൈവസാന്നിധ്യത്തിലേക്ക് കടന്നു വന്നു. ഇതുപോലെ നമ്മളാരും ദൈവസാന്നിധ്യത്തിൽ നിന്ന് ഒരിക്കലും പുറത്തേക്ക് പോകരുത് കേട്ടോ. നമ്മളെ ഈ ജെറുസലേം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്. ജെറുസലേം നമ്മൾ ഒരിക്കലും ദൈവസാന്നിധ്യമുള്ള ഇടങ്ങളിൽ നിന്ന് പുറത്തു പോകരുത്. ലൂക്കാ 24:49 എഴുതി വെച്ചു. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. അതായത് ജെറുസലേമിൽ നിന്ന് പുറത്തു പോകരുതെന്ന് ശിഷ്യന്മാരോട് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ ജെറുസലേം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം എന്താ? ഒന്നാമത്തെ പാഠം കേട്ടില്ല. ഒന്നാമത്തേത് ദൈവസാന്നിധ്യത്തിൽ നിന്ന് പുറത്തു പോകരുത് കേട്ടോ. എല്ലാവരോടും അച്ഛൻ പറയണം, എന്തൊക്കെ സംഭവിച്ചാലും അമ്മണിയമ്മ എന്തൊക്കെ സംഭവിച്ചാലും കർത്താവിനെ വിട്ടിട്ട് എവിടെയും പോകരുത്. ദൈവസാന്നിധ്യം വിട്ടിട്ട് എവിടെയും പോയേക്കരുത്. എന്തൊക്കെ സംഭവിച്ചാലും, ഞാൻ മരിച്ചാലും കർത്താവിനെ വിട്ടിട്ട് എവിടെയും പോയേക്കരുത്. ദൈവസാന്നിധ്യം വിട്ട് എവിടെയും പോയേക്കരുത്. പിശാച് ഇങ്ങനെ പരദൂഷണമായിട്ടും മദ്യക്കുപ്പിയായിട്ടും ലഹരി പദാർത്ഥമായിട്ടും വെറുപ്പായിട്ടും വിദ്വേഷമായിട്ടും ഒക്കെ ഇങ്ങനെ വല വീശിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് വാ അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. വ്യഭിചാരവും ദുർവൃത്തിയും പരസംഗവും അങ്ങനെയൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ഇങ്ങനെ നമ്മളെ തലമുറകളെയൊക്കെ കൊണ്ടുപോകാൻ. നമ്മളൊരിക്കലും ദൈവസാന്നിധ്യം വിട്ട് പുറത്തു പോകരുത്. ദൈവസാന്നിധ്യം വിട്ട് നമ്മൾ പുറത്തു പോയാൽ അപ്പം നമ്മുടെ നാശം ആരംഭിക്കുന്നതായിരിക്കും. ഇനി രണ്ടാമത്തേത്, ജെറുസലേം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം, ജെറുസലേം കൂട്ടായ്മയുടെ ഇടമാണ്. എഴുതി വെച്ചോ. ഒന്ന് ജെറുസലേം ദൈവസാന്നിധ്യത്തിൻ്റെ ഇടം, രണ്ടാമത്തേത് ജെറുസലേം കൂട്ടായ്മയുടെ ഇടം. ജെറുസലേമിലാണ് 11 ശിഷ്യന്മാരുള്ളത്. എത്ര ശിഷ്യന്മാർ? നഷ്ടപ്പെട്ടു പോയൊരു ശിഷ്യനാരാ? യൂദാസ് ഇല്ല, തട്ടിപ്പോയി. ഇനി മത്തിയാസ് പതിയെ വരുള്ളൂ. മനസ്സിലായോ? മത്തിയാസ് പതിയെ വരുന്നുള്ളൂ, 12ാമനായിട്ട് ചാർജ് എടുക്കുകയുള്ളൂ. ഇപ്പോൾ 11 ശിഷ്യന്മാർ ജെറുസലേമിലുണ്ട്. എവിടെയുണ്ട്? ജെറുസലേമിലുണ്ട്. അപ്പോൾ ഈ അപ്പോസ്തലികമായ ഒരു തൂണുമേലാണ് നമ്മുടെ സഭ ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നത്. മനസ്സിലായോ? ഈ 11 അപ്പോസ്തലന്മാരുള്ള ഇടമാണ് ജെറുസലേം. അപ്പോസ്തലന്മാരുള്ള ഇടം, ഏറ്റവും
ശക്തമായ സഭയുടെ അപ്പെക്സ് ബോഡിയാണത്. സഭയുടെ അപ്പെക്സ് ബോഡി, ഏറ്റവും തലയാണ് ഈ 11 അപ്പോസ്തലന്മാരെന്ന് പറയുന്നത്. നമ്മളുടെ സഭകളൊക്കെ എങ്ങനെ രൂപാന്തരപ്പെട്ടതാണ്? ഈ 11 അപ്പോസ്തലന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യാത്ര ചെയ്താണ് ഓരോ സഭകളും എന്ത് ചെയ്യുന്നത്? ജന്മമെടുക്കുന്നത്. പത്രോസ് അവസാനം റോമായിലേക്ക് കടന്നു വരികയും പത്രോസിൻ്റെ അവിടെ വെച്ചിട്ട് പത്രോസിനെ എങ്ങനെയാണ് കൊല്ലുക? തല കീഴായിട്ടാണ് പത്രോസ് രക്തസാക്ഷിത്വം വരിക്കുക. അപ്പോൾ പത്രോസിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഇടം റോം ആയതുകൊണ്ടാണ് കത്തോലിക്ക തിരുസഭയുടെ തലസ്ഥാനം ഏതായിട്ട് മാറുന്നത്? റോമ. ഇനിയിപ്പോൾ പത്രോസ് മരിച്ചത് ഇന്ത്യയിലാണ്, കേരളത്തിലായിരുന്നെങ്കിൽ ഇവിടെ നിന്നായിരുന്നു പോപ്പ്. പക്ഷെ കഷ്ടകാലത്തിന് അവിടെ പോയി പത്രോസ് മരിച്ചത് കൊണ്ട് അതായി സഭയുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. കണ്ടോ, കർത്താവായ യേശു മിശിഹ പത്രോസിനെ സഭയുടെ താക്കോല് കൊടുത്തിട്ട് പറയുന്നുണ്ടല്ലോ, പത്രോസേ നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും. പള്ളി പണിയോ എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഭവനം പണി, നരകവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ലെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സഭയുടെ അപ്പോസ്തലികമായ അടിസ്ഥാനം, സഭയുടെ ഈ അപ്പോസ്തലന്മാരെല്ലാവരും 11 പേരും കൂടി കൂട്ടായ്മയിൽ നിൽക്കുന്നൊരു സ്ഥലമെന്ന് പറയുന്നത് ജെറുസലേമാണ്. അപ്പം അതുകൊണ്ട് കർത്താവ് നമ്മോടും പറയാണ്, ഈ അപ്പോസ്തലിക അധികാരത്തിൽ നിന്ന് നമ്മൾ പുറത്തു പോകരുത്, സഭയിൽ നിന്ന് നമ്മൾ പുറത്തു പോകരുത്, ചർച്ചിൽ നമ്മളുടെ കത്തോലിക്ക തിരുസഭയിൽ നിന്ന് നമ്മൾ പുറത്തു പോകരുത്, കത്തോലിക്ക തിരുസഭയുടെ കൗദാശിക ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പുറത്തു പോകരുത് എന്നുള്ളതാണ്. നമ്മുടെ പോപ്പ് മരിച്ചല്ലോ, ഇന്നാണ് അദ്ദേഹത്തിൻ്റെ കബറിടം നടക്കുന്നത്, ഇന്നാണ് അദ്ദേഹം കാലം ചെയ്തു, ഇന്നാണ് അദ്ദേഹത്തെ നമ്മൾ യാത്രയാക്കുന്നത്. നോക്കിയേ, ഈ ലോകത്തിൽ 200 കോടി ആളുകളുണ്ട്. ആകെ 800 കോടി ആളുകളുള്ളൂ. അതിൽ 200 കോടി ആളുകൾ പോപ്പിൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ പോപ്പ് എന്ത് പറയുന്നു അതനുസരിച്ച് നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റത്തുള്ളൂ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സെയിൻറ്റ് സിപ്രിയൻ ഓഫ് കാർത്തേജ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ലാറ്റിൻ വാക്കാണ്, എക്സ്ട്രാ എക്ലേസിയാം നുള്ള സാലൂസ്. ഔട്ട്സൈഡ് ദ ചർച്ച് ദർ ഈസ് നോ സാൽവേഷൻ. സഭയ്ക്ക് വെളിയിൽ രക്ഷയില്ല എന്നുള്ളൊരു ചിന്ത വത്തിക്കാൻ II മുമ്പ് സഭയിലുണ്ടായിരുന്നു. ഡ്രൈ ആയിട്ടുള്ള ഭാഗമാണ്. ഉറക്കം വരുന്നുണ്ടോ? ക്ഷീണം വരുന്നുണ്ടോ? അമ്മച്ചി ക്ഷീണം വരുന്നുണ്ടോ? ഇല്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കൈയൊന്ന് വീശിയേ. തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയോട് പറഞ്ഞേ, ഉറങ്ങല്ലേ എന്ന് പറഞ്ഞേ, മടുക്കല്ലേ എന്ന് പറഞ്ഞേ, ക്ഷീണിക്കല്ലേ എന്ന് പറഞ്ഞേ, ഉറങ്ങിയ അച്ഛൻ കട്ടൻ ചായ തരും എന്ന് പറഞ്ഞേ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കേട്ടോ, ഔട്ട്സൈഡ് ദ ചർച്ച് ദർ ഈസ് നോ സാൽവേഷൻ. സഭയ്ക്ക് വെളിയിൽ കത്തോലിക്ക തിരുസഭയുടെ പുറത്ത് രക്ഷയില്ല എന്ന് സഭ പഠിപ്പിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു വത്തിക്കാൻ II മുമ്പ്. അതുകൊണ്ടല്ലേ നമ്മളുടെ ഭാരതത്തിൻ്റെ പ്രഥമ അപ്പോസ്തലൻ ആരാ? പ്രഥമ അപ്പോസ്തലൻ ഭാരതത്തിൻ്റെ തോമാസ് ലീഹ. രണ്ടാമത്തെ അപ്പോസ്തലൻ സഭയുടെ എന്തോ വെരി ഗുഡ്. കണ്ടോ, അവൻ പറഞ്ഞുണ്ടോ, അവൻ മിടുക്കനാണ്. വെറുതെ ആണ് അവൻ വീഡിയോ എടുത്ത് അവൻ അയച്ചത്. ഒരു കൈയടി കൊടുക്കൂ. രണ്ടാമത്തെ അപ്പോസ്തലൻ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. മൂന്നാമത്തെ അപ്പോസ്തലൻ ഭാരതസഭയുടെ 3ാമത്തെ അപ്പോസ്തലൻ. നമ്പർ അടിക്കുക, തെറ്റിയാലും കുഴപ്പമില്ല. ആരെങ്കിലും പറയോ? പറഞ്ഞു കഴിഞ്ഞാൽ അമ്മണിയമ്മ തന്തൂരി ചിക്കൻ മേടിച്ചു തരും. ഭാരതത്തിൻ്റെ 3ാമത്തെ അപ്പോസ്തലൻ സെയിൻറ്റ് ജോൺ ബ്രിട്ടോ. മറന്നു പോകരുത് കേട്ടോ. സെയിൻറ്റ് ജോൺ ബ്രിട്ടോ ആണ് ഭാരതത്തിൻ്റെ 3ാമത്തെ അപ്പോസ്തലൻ. അദ്ദേഹമൊക്കെ ഇവർ രണ്ടുപേരും ജസ്യൂട്ട്സ് ആയിരുന്നു. ആര്? നമ്മുടെ ഫ്രാൻസിസ് സേവ്യറും ജോൺ ബ്രിട്ടോ ഒക്കെ ജസ്യൂട്ട് പ്രീസ്റ്റുകളായിരുന്നു. അവരൊക്കെ ഈ ഭാഷ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, നഗ്നവാദരായിട്ട് എല്ലാ മതസ്ഥരുടെ ഇടയിലും കയറും. എന്നിട്ട് പറയും യേശു ദൈവമാണ്, യേശു കർത്താവാണ്, നിങ്ങൾ ജ്ഞാനസ്ഥാനപ്പെട്ട് ഈശോയിലേക്ക് വരണമെന്ന് പറയും. പല നാട്ടുരാജാക്കന്മാരും അടിക്കും, ചിലരൊക്കെ കൊല്ലാനോ പോലെ ആക്കി കളയും. പക്ഷെ എന്നാലും അവർ എഴുന്നേറ്റെന്ന് പറയും ഈശോ ദൈവമാണ്, ഈശോയിലേക്ക് വന്നാലേ രക്ഷയുള്ളൂ, ജ്ഞാനസ്ഥാനപ്പെടും. അന്ന് അദ്ദേഹം ഓർക്കുന്നുണ്ടോ, ഗോവ, മംഗലാപുരം, കണ്ണൂർ, ഇങ്ങനെ
ആ ഒരു കോസ്റ്റൽ ബെൽറ്റിൽ ഇങ്ങനെ കൊടുങ്ങല്ലൂരൊക്കെ യാത്ര ചെയ്ത് തോമാസ് ലീഹായും ഈ ഫ്രാൻസിസ് സേവ്യറൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് ഒരുപാട് ആത്മാക്കളെ നേടാൻ കാരണം എന്താ? പലപ്പോഴും ഭക്ഷണം പോലും ഉണ്ടാവില്ല, കിടന്നുറങ്ങാനൊരു സ്ഥലം ഉണ്ടാവില്ല. അവരൊക്കെ ഇങ്ങനെ തീക്ഷ്ണമായിട്ട് ആത്മാക്കളെ നേടാൻ കാരണം എന്താ? ഇതാണ് എക്സ്ട്രാ എക്ലേസിയ നുല്ല സാലൂസ്, ഔട്ട്സൈഡ് ദ ചർച്ച് ദർ ഇസ് നോ സാൽവേഷൻ. സഭയ്ക്ക് വെളിയിൽ രക്ഷയില്ലെന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ ആഴത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആത്മാക്കളെ ഇങ്ങനെ മാനസാന്തരപ്പെടുത്തി ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് മാനസാന്തരപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയൊന്നും പറ്റത്തില്ല. പറ്റുമോ? ഹലോ, പറ്റുമോ? നമ്മളൊക്കെ ക്രിസ്ത്യാനികളായത് അവരുടെ ചോരയുടെ വില കൊണ്ടാണ്. അല്ലെങ്കിലൊന്നും നമ്മളൊന്നും ക്രിസ്ത്യാനികളാവില്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുപോകരുത്. കൗദാശക ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും വിട്ടുപോകരുത്. ജെറുസലേം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്. സഭയുടെ കൂട്ടായ്മ, അപ്പോസ്തലിക അധികാരത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകരുത്. സഭയ്ക്കുള്ളിൽ തന്നെയുള്ള കൗദാശിക ജീവിതം. എത്ര കൂദാശകളുണ്ട് നമുക്ക്? 7 കൂദാശകൾ. ഒന്നാമത്തേത് മാമോദീസ, സൈരലേപനം, വിശുദ്ധ കുർബാന, കുംഭസാരം, രോഗിലേപനം, തിരുപ്പട്ടം, വിവാഹം. എല്ലാവരും പറയും, അതെല്ലാവരും പഠിച്ചിരിക്കുന്ന ഒരു കാര്യം, വിവാഹം കേട്ടോ. 7 കൂദാശകൾ. അപ്പോൾ ഈ കൂദാശകൾ ഇനി കൂടെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കൂദാശകൾ ഏതൊക്കെയാണ്? അല്ല, ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം സ്വീകരിക്കാൻ പറ്റുന്ന കൂദാശകൾ ഏതൊക്കെയാണ്? മാമോദീസ, തിരുപ്പട്ടം, പിന്നെ സൈരലേപനം. ഇത് 3 ഒരിക്കലും മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. കൂടെ സ്വീകരിക്കാൻ പറ്റുന്ന കൂദാശകൾ ഏതൊക്കെയാണ്? കുംഭസാരം, വിശുദ്ധ കുർബാന, രോഗിലേപനം കൂടെ സ്വീകരിക്കാം കേട്ടോ, കുഴപ്പമില്ല. ഞാൻ തന്നെ 3-4 പ്രാവശ്യമൊക്കെ ഒരു രോഗിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചേ. ഈശോ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞേ, ഈശോ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞേ, ഈശോ കൂടെ ഉണ്ടെന്ന് പറഞ്ഞേ, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞേ, കയ്യൊന്ന് വീശിയേ. എന്നിട്ട് ഒന്നും കൂടി നോക്കിയിട്ട് പറഞ്ഞു ഉറങ്ങല്ലേ എന്ന് പറഞ്ഞേ. ഇഞ്ഞിരുന്നോ. അപ്പോൾ നമ്മൾ 2 ചിന്തകൾ പറഞ്ഞു. എന്തൊക്കെയാ? ഒന്നാമത്തെ ചിന്ത എന്താ? ഇതാണ്, ബുക്കും പേനയില്ലെങ്കിൽ ഒന്നും കിട്ടൂല. പൊട്ടിയ ചട്ടി പോലെ എന്നെ നോക്കിയിരുന്ന് ചിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ എന്താ? ദൈവസാന്നിധ്യം. ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകരുത്. നമ്മൾ എടുത്ത സുവിശേഷ ഭാഗം ഏതാ? എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ. അതേ സുവിശേഷ ഭാഗം എവിടെയാണ്? ഏതാ? ലൂക്ക 24, 13, 15. വീട്ടിൽ പോയിട്ട് വായിക്കണം കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. ലൂക്ക 24, 13, 15. ഇനി നമ്മളൊന്ന് തിരിച്ച് ഈ ഒരു സുവിശേഷത്തിലേക്ക് വീണ്ടും തിരിച്ച് ചെല്ലാണ്. വീണ്ടും സുവിശേഷം. എൻ്റെ കൂടെ ഉണ്ടല്ലോ ചേച്ചി. ക്ഷീണമുണ്ടോ? മടുക്കുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. അതായത് നമ്മൾ വീണ്ടും സുവിശേഷത്തിലേക്ക് തിരിച്ച് ചെല്ലാണ് കേട്ടോ ടീച്ചർ, തിരിച്ച് ചെല്ലാണ്. അതായത് അവർ എമ്മാവൂസിലേക്ക് പോകുന്ന വഴിക്ക് ആര് കൂടുന്നു? ഈശോ കൂടുന്നു. പോകുന്ന വഴിക്ക് കർത്താവിനോട് അവർ ചോദിക്കുന്നു, നീ ജെറുസലേമിൽ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ജെറുസലേമിൽ എന്ത് സംഭവിച്ചു? അവർ കർത്താവായ യേശുമിശിഹായെ അടിച്ച് പദമാക്കി കുരിശിൽ കയറ്റി കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പോയി കഴിഞ്ഞ് അവസാനം വൈകുന്നേരം ടെൻറ്റ് കിട്ടുമ്പോഴാണ് എന്ത് മുറിക്കുന്നത്? തന്തൂരി ചിക്കൻ, അപ്പം മുറിച്ച് അവർക്ക് കൊടുക്കുന്നത്. അത് കഴിച്ച് കഴിയുമ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. 2 കാര്യങ്ങളാണ് കർത്താവ് ആ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. ശ്രദ്ധിക്കണേ, 2 കാര്യങ്ങൾ. ഒന്നാമത്തേത് വചനം. ഒന്നാമത്തെ എന്താ? വചനം. കർത്താവിൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന എന്തും വചനമാണ്. കർത്താവ് ആ ശിഷ്യന്മാരോട് യാത്രയിലുടനീളം സംസാരിച്ചു കൊണ്ടിരുന്നു. ഒന്നാമത്തേത് കൊടുത്തത് വചനം. രണ്ടാമത്തേത് ടെൻറ്റ് കെട്ടി കഴിയുമ്പോൾ അവർക്ക് വിശന്നപ്പോൾ കർത്താവ് അപ്പം മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പം എന്ന് പറയുന്നത് എന്താ? വിശുദ്ധ കുർബാന. ഒന്നാമത്തേത് ദൈവവചനം, രണ്ടാമത്തേത് ദിവ്യകാരുണ്യം. ഈ ഒരു കൂട്ടായ്മയിൽ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ദിവ്യകാരുണ്യവും വചനവും എപ്പോഴും ഭക്ഷിക്കാൻ നമുക്ക് കഴിയണം. വചനത്തിൻ്റെ നിറവുണ്ടാകണം. ബൈബിള് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കണം. ദൈവവചനം, ഒരുപാട് ദൈവവചനങ്ങൾ കണ്ണും പൂട്ടി കാണാപ്പാഠം പഠിക്കാനൊക്കെ പറ്റണം. ഒരു 10 വചനം കാണാപ്പാഠം പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? 1, 2, 3, 4, 5, 6, 7, 8. വേറെ എങ്ങനെ? നിങ്ങൾ പറയില്ലേ?
എത്ര എണ്ണം പറയും? 5 എണ്ണം പറയും. നീയോ? 3 എണ്ണം, 4 എണ്ണം. വചനമൊക്കെ എൻ്റെ വീഡിയോസ് കണ്ടാൽ മതി. എല്ലാ ദിവസവും നമുക്ക് വചനം കാണാം, പടം പഠിക്കാം കേട്ടോ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ കേട്ടോ. വിശുദ്ധ കുർബാനയിൽ നിന്നും അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയിൽ നിന്നും അതോടൊപ്പം തന്നെ വേറെ എന്തിൽ നിന്ന് മറന്നുപോയല്ലോ, ദൈവവചനം. പിന്നെ ഒരു കൂദാശയും കൂടി ഉണ്ട് നമുക്ക് കൂടെ കൂടെ സ്വീകരിക്കാൻ പറ്റുന്നത്, കുമ്പസാരം കേട്ടോ. കുമ്പസാരിച്ച് വിശുദ്ധരായിട്ട് നമ്മൾ മാറണം. വേറൊരു വഴിയില്ല. നമ്മളെല്ലാവരും ഈ ഭൂമിയിലാണ്, അഴുക്ക് നിറഞ്ഞ ഈ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുക. നമുക്ക് വിശുദ്ധരാകാൻ വേണ്ടിയിട്ട് വേറൊരു വഴിയില്ല. കൂടെ കുമ്പസാരിച്ച് എല്ലാ ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിച്ച് പറ്റുമ്പോഴൊക്കെ ദൈവവചനം വായിച്ച് ഭക്ഷിച്ച് മത്തായി 4:4 മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ ആദരങ്ങളിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവം ആദി വചനം ഉണ്ടായിരുന്നു, വചനം ഒന്ന് തീരുമാനിക്കുക. വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാൻ 1:1 ഞാൻ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഞാൻ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. കണ്ടോ? അങ്ങനെ വചനമൊക്കെ നിങ്ങൾ പഠിക്കണം. പുല്ല് കരിയുന്നു, യെശയ്യാ 40:8 പുല്ല് കരിയുന്നു, പുഷ്പം പാടുന്നു, എന്നാൽ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. കൈയൊന്ന് വീശിയേ. വചനം കേട്ടോ. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചോദിക്കും, 10 വചനം കാണാപ്പാടം പറ്റുന്നവരാ, മിനിമം ഒരു 10 വചനമെങ്കിലും പറയാൻ പറ്റണം കേട്ടോ. വചനത്തിന് നിറവുണ്ടെങ്കിൽ നമുക്ക് പിശാചുക്കളെ, കർത്താവ് പറഞ്ഞു അവൻ വചനം കൊണ്ട് പിശാചുക്കളെ ബഹിഷ്കരിച്ചെന്ന് പറഞ്ഞു. വചനത്തിന് നിറവുണ്ടാവുമ്പോൾ നമ്മളിങ്ങനെ വചനം ഇങ്ങനെ വായിക്കുന്ന വ്യക്തികളാണ്, ധ്യാനിക്കുന്ന വ്യക്തികളാവും. എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ പിശാചിന് നമ്മുടെ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല, അവന് നമ്മളെ ഒന്നുകൊണ്ട് ഉപദ്രവിക്കാൻ പറ്റില്ല. വചനത്തിൻ്റെ നിറവ് വേണം. മത്തായി 4:4, മത്തായി 4:7, മത്തായി 4:10 ഇതൊക്കെ വചനത്തിൻ്റെ നിറവിലേക്ക് നമ്മളെ നയിക്കുന്ന വചനങ്ങളാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ 2 ചിന്തകൾ അച്ഛൻ പറഞ്ഞു. ഒന്നാമത്തേത് ജെറുസലേം നമ്മെ എല്ലാവരും കൂടി പറ. ഒന്നാമത്തേത് ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകരുത്. രണ്ടാമത്തേത് കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകരുത്. ജെറുസലേമിൽ ആരുണ്ട്? ദൈവസാന്നിധ്യമുണ്ട്, അത് സംഭവിച്ചു. രണ്ടാമത്തെ ചിന്തയിൽ ഞാൻ പറഞ്ഞു എന്താണ്, ജെറുസലേം കൂട്ടായ്മയുടെ ഇടമാണെന്ന് പറഞ്ഞു. ഈ കൂട്ടായ്മയുടെ ഇടമാകാൻ കാരണം ജെറുസലേമിൽ ആരുണ്ട്? എത്ര അപ്പോസ്തലന്മാരുണ്ട്? 11 അപ്പോസ്തലന്മാരുണ്ട്. പിന്നെ കൂട്ടായ്മയുടെ മറ്റൊരു പര്യായം എന്താ? സഭ, പോപ്പ്, കർദിനാൾമാർ, മെത്രാന്മാർ, നമ്മളെല്ലാവരും കൂട്ടായ്മയുടെ ഇടമാണ്. അപ്പോസ്തലിക അധികാരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ജീവിക്കുക. ബിഷപ്പുമാരാണ് അപ്പോസ്തലന്മാരെന്ന് പറയുക. അപ്പോസ്തലന്മാരുടെ പിന്തുടർച്ചക്കാരാണ് ബിഷപ്പുമാർ, അല്ലെങ്കിൽ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ബിഷപ്പുമാരാണെന്ന് പറയുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ജെറുസലേം പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം ഇതാണ്. ജെറുസലേം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുള്ള ഇടമാണ്. ജെറുസലേം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുള്ള ഇടമാണ്. എഴുതി വെച്ചോ. ജെറുസലേമിൽ നമ്മൾ പറഞ്ഞു ദൈവിക സാന്നിധ്യം ഉള്ള ഇടമാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ച് നടന്നൊരു ഇടമാണ്. പിന്നീട് നമ്മൾ പറഞ്ഞു ജെറുസലേം കൂട്ടായ്മയുടെ ഇടമാണ്. അവിടെ അപ്പോസ്തലന്മാരുണ്ട്, 11 അപ്പോസ്തലന്മാരുണ്ട്. പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ജെറുസലേമിൽ ഈ 11 അപ്പോസ്തലന്മാരെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിപ്പിച്ചതാരാ? പരിശുദ്ധ അമ്മയാണ്. നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ വായിക്കുമല്ലോ, പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും കൂടെ കഥകടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആര് വന്നു? പരിശുദ്ധാത്മാവ് എങ്ങനെ വന്നു? തീനാവുകളുടെ രൂപങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ആ സമയത്ത് അവർക്ക് എന്ത് കിട്ടി? ധൈര്യം കിട്ടി, വചനം പ്രഘോഷിക്കാനുള്ള ധൈര്യം കിട്ടി. ഈ ചിന്ത നമ്മളെപ്പോഴും മനസ്സിൽ വെക്കണം. ജെറുസലേം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുള്ള ഒരിടമാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും അകന്നു പോകരുത്. ഒന്ന് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പുറത്തു പോകരുത്. രണ്ടാമത്തേത് കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോകരുത്. മൂന്നാമത്തേത്
പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പുറത്തു പോയേക്കരുത്. പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മൾ ഒരിക്കലും പുറത്തു പോകരുത്. ജപമാലകൾ, കത്തോലിക്കരെ, ക്രൈസ്തവരെ, വിശ്വാസികളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ജപമാല നമ്മൾ ഒരിക്കലും മുടക്കിയേക്കരുത്. എത്ര പേരുടെ കയ്യിൽ ജപമാലയുണ്ട് എന്ന് കൈവയ്ക്കേ. ഞാൻ എപ്പോഴും പോക്കറ്റിലിടുക. ജപമാല ഒന്ന് ഉയർത്തി കാണിച്ച് നോക്കട്ടെ. ജപമാല ഉള്ളവർ കഴുത്തുനിന്ന് വരണ്ട, ഇല്ലാത്തവരൊന്ന് കൈവക്കി കണ്ടു നോക്കട്ടെ. ജപമാല, ഈ ജപമാല ഒരിക്കലും നമ്മൾ ഇട്ട് കളയരുത്. ജപമാല എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവണം. നമുക്ക് ഈ ഭൂമിയിൽ കർത്താവായി ശമിശിക സംരക്ഷണത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ മാരകായുധമാണ് ജപമാല. ഇന്നലെ മെനിഞ്ഞാന്ന് ഞാനൊരു പള്ളിയിൽ കുമ്പസാരിപ്പിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ, കുമ്പസാരം കഴിഞ്ഞപ്പോൾ ആ ചേട്ടായി എന്നോട് പറയുമായിരുന്നു, ആ പാപ്പനായിരുന്നു, അദ്ദേഹം എന്നോട് പറയുമായിരുന്നു, ജപമാല എടുത്തിട്ട് പറയണം, അച്ഛൻ എൻ്റെ വീട് മലമുകളിലാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? രാത്രി 7 മണിക്ക് മണി അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ കൊന്തയെടുക്കും. എന്നിട്ട് ഒച്ചയിൽ നന്മ പറഞ്ഞു പറയുമേ ദോസ്തേ എന്ന് പറഞ്ഞ് പാടി ഞാൻ ജപമാല വല്ലും. എന്തിനാണ് ജപമാല ഉണ്ടെന്ന് അറിയാമോ? ഈ പറമ്പിലൊക്കെയുള്ള എല്ലാ ദുഷ്ടപിശാചുക്കളെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്, സത്യമാണ്, വെറുതെ പറഞ്ഞ കാര്യമല്ല. നമ്മൾ എപ്പോഴാണോ ഭവനങ്ങളിൽ ജപമാല ചൊല്ലുക, അപ്പോൾ എല്ലാ പിശാചുക്കളും നമ്മുടെ വീട്ടിൽ നിന്ന് പോകും. ജപമാലയാണ് സാത്താനെതിരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ മാരകായുധങ്ങളിലൊന്ന്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും അച്ഛനോട് പറയും, അച്ഛൻ ഞാൻ പള്ളിയിൽ പോവും, ദിവ്യകാരുണ്യം സ്വീകരിക്കും, കുമ്പസാരിക്കും, പക്ഷെ എനിക്ക് എന്തോ ജപമാല എല്ലാം പ്രത്യേക ഒരു ഇഷ്ടം തോന്നാനുള്ള അച്ഛാ. ജപമാല എല്ലാം എനിക്ക് എന്തോ ഒരു മടുപ്പാണ്. അയ്യോ, വേറെ എല്ലാം ചൊല്ലുന്നതിനൊപ്പം നമ്മൾ ഒരിക്കലും മുടക്കാൻ പാടില്ലാത്തൊരു പ്രാർത്ഥനയാണ് ജപമാല. വീട്ടിലെല്ലാ ദിവസവും ജപമാലയിൽ നിന്നിരുന്ന് കൈവീശിയേ, കൈ താഴ്ത്തിട്ടോ. വീട്ടിൽ ചൊല്ലും. ഇനി ആരെങ്കിലും വ്യക്തിപരമായ ജപമാലയിൽ നിന്നിരുന്ന് കൈവയ്ക്കേ. വ്യക്തിപരമായി വീട്ടിൽ ചൊല്ലാൻ ആർക്കും പറ്റും. കൈ താഴ്ത്തിട്ട്. വ്യക്തിപരമായി ചൊല്ലുന്നവരൊന്ന് വലതുകരം ഉയർത്തിയേ. വ്യക്തിപരമായി ചൊല്ലുന്നവർ, വെരി ഗുഡ് കേട്ടോ. വ്യക്തിപരമായി ചൊല്ലണം. നിങ്ങളും ചൊല്ലോ, മിടുക്കന്മാരാണല്ലോ. ഒറ്റയ്ക്ക് എത്ര എണ്ണം ചൊല്ലും? 1 ചൊല്ലും. എപ്പോഴാണ് ചൊല്ലുക? രാത്രി. 2 പേരും കിടക്കയിൽ കിടക്കുമ്പോഴാണോ? കിടക്കുന്നതിന് മുമ്പാണോ? വെരി ഗുഡ് കേട്ടോ. ആ മാതാപിതാക്കൾ അവരെ അങ്ങനെ വളർത്തുന്നു നോക്കിയല്ലേ. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ബോംബ് പോലത്തെ പിള്ളേരാണ്. നമ്മൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് അങ്ങോട്ട് പോകും. പക്ഷെ ആ കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള നല്ല കുട്ടികളെയൊക്കെ ദൈവം മാതാപിതാക്കളിലൂടെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയേ, 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 ഈശോയേ. ജപമാലയിൽ നമ്മൾ ഒരിക്കലും അകന്നു പോരുത്. പരിശുദ്ധ അമ്മയുടെ കാലിൽ മുറുകെ പിടിച്ചങ്ങോട്ട് കിടന്നോ, കണ്ണും പൊട്ടി കിടന്നോ, പരിശുദ്ധ അമ്മ നമ്മളെ നയിച്ചോളും. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? പരിശുദ്ധ അമ്മയുടെ കൂടെ ഇങ്ങനെ പറയാം. പരിശുദ്ധ അമ്മയുടെ സ്കൂളിലിരുന്ന പരിശുദ്ധ അമ്മയാണ് പ്രിൻസിപ്പാള്. പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്ന പോലെ വേറെ ആർക്കും പഠിപ്പിച്ചു തരാൻ പറ്റില്ല. എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കണം, എങ്ങനെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, നിരാശയുടെ സമയത്ത് എന്ത് ചെയ്യണം, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ സമയത്ത് എന്ത് ചെയ്യണം, എല്ലാം പഠിപ്പിച്ചു തരുന്നത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ ഈശോയെ പഠിപ്പിച്ചതുപോലെ, പരിശുദ്ധ അമ്മ സഭയെ പഠിപ്പിച്ചതുപോലെ, പരിശുദ്ധ അമ്മ നമ്മളെ ഓരോരുത്തരെയും എല്ലാ കാര്യങ്ങളും, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരും. വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈവീശിയേ. എന്നിട്ടൊന്ന് പരിശുദ്ധ അമ്മയുടെ നേരെ കൈ നീട്ടിപ്പിടിച്ചേ. എന്നിട്ടൊന്ന് പരിശുദ്ധ അമ്മയോട് പറഞ്ഞേ, പരിശുദ്ധ അമ്മേ, എൻ്റെ അമ്മേ, വിശുദ്ധിയിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ സ്വന്തം അമ്മേ, എൻ്റെ കൂട്ടായി അമ്മ എന്നും വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ പരിശുദ്ധ അമ്മയാണ് കാനായിലെ കല്യാണം വരുന്നത്. യോഹന്നാൻ 2 അവർക്ക് എന്ത് തീർന്നുപോയി? വിഞ്ഞ് തീർന്നുപോയി, പ്രശ്നമായി, മനസ്സിലായോ? തകർച്ചയിലായി, നാണക്കേടിൻ്റെ വക്കത്തായി. ആ സമയത്ത് പരിശുദ്ധ അമ്മ ശക്തമായി ഇടപെടുന്നു. കണ്ടോ? ജീവിതത്തിൻ്റെ ഇൻ ഓൾ യുവർ നീഡ്സ് ഗോ ടു മദർ മേരി. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മയിലേക്ക് പോവുക. പരിശുദ്ധ അമ്മ ശക്തമായ മധ്യസ്ഥം നമുക്ക് വേണ്ടിയിട്ട് യാചിക്കുന്നതായിരിക്കും. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം ഇതാണ്. പരിശുദ്ധ അമ്മ സാത്താൻ്റെ വീട്, സാത്താൻ്റെ തല തകർക്കുന്നവളാണ് പരിശുദ്ധ അമ്മ കേട്ടോ.
അപ്പോൾ പൈശാചികമായ പീഡകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുതുരാ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക, നിർത്താതെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക. ജപമാല നിങ്ങൾ ഓരോ പ്രാവശ്യം നന്മ നിറഞ്ഞറിയാൻ ചൊല്ലുമ്പോൾ നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തവർ, മന്ത്രവാദം ചെയ്തവർ, ചാത്തൻ സേവ ചെയ്തവർ, ക്ഷുദ്രക്രിയകൾ ചെയ്തവർ വിറക്കുമായിരിക്കും. മനസ്സിലായോ? ഞാനിവിടെ ഇന്നിങ്ങനെ നന്മ നിറഞ്ഞറിയാൻ ചൊല്ലുമ്പോൾ ആരാണോ എനിക്ക് കൂടോത്രം ചെയ്തത് ആ പിശാച് വിറക്കുമായിരിക്കും കിടന്നുണ്ട്. മനസ്സിലായോ? ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കണം. നിങ്ങളെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ശത്രുക്കളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ തോന്നുവാണെങ്കിൽ ജപമാല തുരുതുരാ ചൊല്ലിക്കൊണ്ടിരുന്നോ. ഹൃദയത്തിൽ ഇങ്ങനെ നമുക്കൊരു നന്മ നിറഞ്ഞറിയാൻ ചൊല്ലിയാലോ? റെഡിയാണോ? മടുത്തോ നിങ്ങൾ? ക്ഷീണിച്ചോ നിങ്ങൾ? എന്നാൽ വെച്ചല്ലോ ഒരുമിച്ചല്ല. നന്മ നിറഞ്ഞ മറിയമേ. അയ്യോ പോരാ എഴുന്നേക്ക് ഒച്ചയില്ല. നമ്മൾ മാതാവിൻ്റെ മുന്നിലിരുന്നാൽ ചൊല്ലണം. മാതാവ് ഇവിടെ ഉണ്ടെന്നേ വിശ്വാസം ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും വന്ന് തൊട്ട് തലവടിയൊക്കെ മാതാവ് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല പവർഫുള്ളായിട്ട് 3 പ്രാവശ്യം നിർത്തണ്ട, നല്ല താളത്തിൽ അങ്ങോട്ട് ചൊല്ലിക്കോ. റെഡി 1 2 3 സ്റ്റാർട്ട്. നന്മ നിറഞ്ഞ മറിയം സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അപ്പോൾ ജെറുസലേം പഠിപ്പിക്കുന്ന 3 കാര്യങ്ങൾ നമ്മളിപ്പോൾ കഴിഞ്ഞു വന്ന. ദൈവസാന്നിധ്യത്തിൽ നിന്ന് പുറത്തു പോകരുത്. ജെറുസലേം എന്ന് പറയുന്നത് ദൈവസാന്നിധ്യത്തിൻ്റെ ഇടമാണ്. രണ്ടാമത്തെ ജെറുസലേം എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ ഇടമാണ്. ജെറുസലേമിലാണ് ആരുള്ളത്? അപ്പോസ്തലന്മാരുള്ളത് അല്ലേ? അപ്പോസ്തലന്മാരാണ്. പിന്നെ മൂന്നാമത്തേത് ജെറുസലേം എന്ന് പറയുന്നത് ആരുള്ള ഇടമാണ്? പരിശുദ്ധ അമ്മയുള്ള ഇടമാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ പുറത്തു പോകരുത്. നാലാമത്തേത് ജെറുസലേം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് വന്നിറങ്ങിയ ഇടമാണ്. എഴുതി വയ്ക്കുക. ജെറുസലേം പരിശുദ്ധാത്മാവ് വന്നിറങ്ങിയ ഇടമാണ്. ജെറുസലേം പരിശുദ്ധാത്മാവ് വന്നിറങ്ങിയ ഇടമാണ്. അല്ലേ? ജെറുസലേമിലല്ലേ പരിശുദ്ധാത്മാവ് വന്നിറങ്ങിയത്? എപ്പോ? എങ്ങനെ? ഏത് സമയത്ത്? പ്രാവിൻ്റെ രൂപത്തിലോ? ഇതെപ്പോ പ്രാവിൻ്റെ രൂപത്തിൽ? അടിച്ച് വിടാണ്. പ്രാവിൻ്റെ രൂപത്തിൽ ജ്ഞാനസ്ഥാനത്തിൻ്റെ സമയത്താണ് വന്നത്. ഓക്കെ, പറയൂ. ആരുടെ രൂപത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്? തീനാളുള്ള രൂപങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു എന്ന് പറയുക. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ആ അനുഭവം. പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കില്ല, പരിശുദ്ധ അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമെന്ന് പ്രാർത്ഥിക്കാറില്ലേ നമ്മൾ? അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കൈവീശിയേ. പരിശുദ്ധ അമ്മയുടെ നീല അങ്കി കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവർ. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കഥ ഇതാണ്. പരിശുദ്ധ അമ്മയും അപ്പോസ്തലന്മാരും കൂടി ഇങ്ങനെ, കഥയല്ല യഥാർത്ഥ സംഭവമാണ്. പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും ഇങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന സമയത്താണ് ഇടിവിട്ട്. ആരിറങ്ങി വരാണ്? പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ. ആ സമയത്ത് ഇടിവിട്ട്, മിന്നല്, അപ്പോൾ തീ. ശിഷ്യന്മാർ പേടിച്ചു പോയി. ശിഷ്യന്മാർ പേടിച്ച് ഇങ്ങനെ വിറച്ചു പോയി. അല്ലെങ്കിൽ അവർ പേടിച്ച് നുറുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു കണ്ടപ്പോൾ അവർ പേടിച്ചു പോയി. എന്താണ് ഈ സംഭവിക്കുന്നത്? ഇതുവരെ അവർ ജീവിതത്തിൽ അങ്ങനെ കണ്ടിട്ടില്ലേ? തീനാളങ്ങളുടെ രൂപത്തിൽ ഇറങ്ങി വരികയാണ്. അപ്പോൾ ഉണ്ട് പരിശുദ്ധ അമ്മയുടെ അങ്കി ഉണ്ടല്ലോ, കാറ്റ് കാരണം പരിശുദ്ധ അമ്മയുടെ അങ്കി ഇങ്ങനെ പൊങ്ങിന്ന പറയാം, വായുവിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ് കാറ്റ് കാരണം. അപ്പോൾ ഈശ്വരന്മാരെല്ലാവരും കൂടി എന്ത് ചെയ്തു? ഈ 11 പേരും കൂടി ഓടി പരിശുദ്ധ അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ ചെന്നു. ആ അങ്കി ഇങ്ങനെ എല്ലാവരെയും പൊതിഞ്ഞു പിടിച്ചു എന്നാണ് പറയുക. ഇതുപോലെ നമ്മൾ എപ്പോഴാണോ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നത്, പരിശുദ്ധ അമ്മ നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കും. എല്ലാ ദുഷ്ടപിശാചുകളിൽ നിന്നും, എല്ലാ ദുഷ്ടശത്രുക്കളിൽ നിന്നും പരിശുദ്ധ അമ്മ പൊതിഞ്ഞു പിടിക്കും കേട്ടോ. അപ്പോൾ ഇനി കൊന്തമില്ല ആ ചിന്ത ഉണ്ടാവണം. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ അമ്മയുടെ നീല അങ്കി കൊണ്ട് പൊതിഞ്ഞു പിടിക്കണേ എന്നുള്ള ചിന്ത ഉണ്ടാവണം കേട്ടോ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈവീശിയേ. അമ്മേനോടൊന്ന് പറഞ്ഞേ, പരിശുദ്ധ അമ്മേ, എൻ്റെ അമ്മേ, എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ നീല അങ്കി കൊണ്ട് പൊതിഞ്ഞു പിടിക്കണമേ.
ഓക്കെ, നാലാമത്തെ ചിന്തയിലേക്ക് നമ്മൾ കടന്നു. പരിശുദ്ധാത്മാവ് വന്നിറങ്ങിയ സ്ഥലമാണ് ഏത്? ജെറുസലേം കേട്ടോ. ജെറുസലേം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് വന്നിറങ്ങിയ സ്ഥലമാണ്. നമ്മളോട് കർത്താവ് പറയാണ്, പരിശുദ്ധാത്മാവിൽ നിന്ന് അകന്നൊരു ജീവിതം നയിക്കരുത്. മനസ്സിലായോ? പരിശുദ്ധാത്മാവിൽ നിന്ന് അകന്നൊരു ജീവിതം നയിക്കരുത്. രണ്ട് അരൂപികളാണുള്ളത്. ഒന്ന് ഹോളി സ്പിരിറ്റ്, ഒന്ന് രണ്ട് ഈവിൾ സ്പിരിറ്റ്. മനസ്സിലായോ? രണ്ട് സ്പിരിറ്റുകളാണ്. മദ്യത്തിൻ്റെ പേരാണ് സ്പിരിറ്റ് കേട്ടോ. മദ്യത്തിൽ ചെന്നാണ് ആ സ്പിരിറ്റ് അല്ല, ഈ സ്പിരിറ്റ്. ഇത് വേറെ സ്പിരിറ്റാണ് കേട്ടോ. രണ്ട് സ്പിരിറ്റുകളാണ്. ഒന്ന് ഈവിൾ സ്പിരിറ്റ്, ഒന്ന് ഹോളി സ്പിരിറ്റ്. ഈവിൾ സ്പിരിറ്റും ഹോളി സ്പിരിറ്റും. നമ്മളെപ്പോഴാണോ വിശുദ്ധി കൊണ്ട് ജീവിക്കുന്നത്, വിശുദ്ധിയിൽ നിറയുന്നത്, അപ്പോൾ നമ്മൾ ഈ ഹോളി സ്പിരിറ്റിൽ നിറയും. ഒന്നും കൂടി വ്യക്തമായിട്ട് പറയാം. ഇപ്പം ഞാനിപ്പോൾ പരദൂഷണം പറയുന്ന ഒരാളാണെന്ന് വിചാരിച്ചു അമ്മച്ചി. ഞാൻ അമ്മച്ചിനെ കുറിച്ച് പറയാണ്, ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞ് പരദൂഷണം പറയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ജ്ഞാനസ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. മനസ്സിലായോ? അതൊരു തീയായിട്ട് ഞാൻ ഇങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ തീയായിട്ട് ജ്വലിക്കും അത്. പക്ഷെ എപ്പോഴാണ് ഞാൻ പരദൂഷണം പറയുക, മദ്യപിക്കുക, വ്യഭിചരിക്കുക, അശുദ്ധമായ ജീവിതത്തിൽ നയിക്കുക, കുറ്റം പറയുക, ഭ്രൂണഹത്യ ചെയ്യുക, കൊലപാതകം ചെയ്യുക, മോഷ്ടിക്കുക, അങ്ങനെ പാപം ചെയ്ത് കഴിയുമ്പോൾ ഈ പരിശുദ്ധാത്മാവാകുന്ന തീ കെട്ടുപോകും. ഒരു കരിക്കട്ട, കനലൊക്കെ പോയ കരിക്കട്ട ഉണ്ടാവില്ലേ, അതുപോലെ ആയിപ്പോവും. പക്ഷെ എപ്പോഴാണോ ഞാൻ വിശുദ്ധിയിൽ ജീവിക്കുക, അപ്പോൾ ഈ കനലിങ്ങനെ ജ്വലിച്ച്, അപ്പോഴാണ് ചില ആളുകളൊക്കെ ആരാധനയുടെ സമയത്ത് ഇങ്ങനെ ജ്വലിക്കുന്നൊക്കെ പറയില്ലേ, ഭയങ്കര സന്തോഷത്തിൽ നിറയുക, വിടുതൽ കിട്ടുക, രോഗസൗഖ്യം കിട്ടുക, ശരീരത്തിൽ കുളിര് പോരുക, മഴ പെയ്യുന്നത് പോലെ തോന്നുക, ഐസ് വന്ന് വീണ പോലെ തോന്നുക. അത് പരിശുദ്ധാത്മാവ് ഉള്ളിലിങ്ങനെ ജ്വലിക്കുമ്പോഴാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പാപം മൂലം പരിശുദ്ധാത്മാവിൽ നിന്ന് നമ്മൾ അകന്നു പോകരുത്. പാപം മൂലം, അശുദ്ധി മൂലം പരിശുദ്ധാത്മാവിൽ നിന്ന് നമ്മൾ അകന്നു പോകരുത്. വീണ്ടും ഞാൻ പറയാണ്, ഒരുപാട് ക്രിസ്ത്യാനികൾ വീഡിയോയിലൂടെ കേൾക്കുന്നവരാണെങ്കിൽ അച്ഛൻ പറയാണ്, ഒരുപാട് ക്രിസ്ത്യാനികൾ ഈ കൂടോത്രം, മന്ത്രവാദം, ചാത്തൻ സേവ, ക്ഷുദ്രക്രിയകളൊക്കെ ചെയ്തു കൂട്ടുന്നവരുണ്ട്. 1-ാം പ്രമാണ ലംഘനവും 6-ാം പ്രമാണ ലംഘനവും, ലംഘനങ്ങൾ ക്രമാതീതമായിട്ട് ഈ പാപലംഘനങ്ങളൊക്കെ ഇങ്ങനെ ക്രമാതീതമായി ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് അകന്നു പോകും. ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കാറില്ലേ, പ്രാർത്ഥിക്കാനൊന്നും തോന്നാറില്ല, പള്ളിയിൽ പോയിരുന്നാലും എന്ത് പ്രാർത്ഥിക്കാൻ, ആണ്ട് കുമ്പസാരമൊന്നും നടത്താൻ തോന്നാറില്ല, ജപമാല കൊല്ലാൻ തോന്നാറില്ല, കുമ്പസാരിക്കാൻ തോന്നാറില്ല. ഒരു ഈ നനഞ്ഞ പടക്കം പോലെയുള്ള ആളുകളൊക്കെ നമുക്ക് കുറേ കാണാൻ പറ്റും ആത്മീയ ജീവിതത്തിൽ. അതെന്താണെന്നറിയോ? ഈ കനൽ കെട്ടുപോയി, ആത്മാവ് ജ്വലനമൊന്നുമില്ല, ഉറങ്ങിപ്പോയി, വെറും തീക്കട്ട മാഞ്ഞു, അവസാനം വെറും ഒരു കരിക്കട്ട മാത്രമായിപ്പോയി. അതൊക്കെ കത്തിക്കേണ്ട സ്ഥലമാണ് ഈ ആരാധനയുടെ ധ്യാന കേന്ദ്രങ്ങളൊക്കെ പറയുന്നത്. ഇപ്പോൾ ധ്യാനമൊക്കെ കൂടിക്കഴിയുമ്പോൾ മദ്യപിച്ചിരുന്ന ഒരാൾ മദ്യപാനം നിർത്തുന്നു, നിരാശ മാറി പ്രത്യാശ വരുന്നു, കരച്ചിൽ മാറി സന്തോഷം വരുന്നു, പുഞ്ചിരി വരുന്നു, ആകപ്പാടെ ഒരു ആനന്ദം വരുന്നത് എന്താ? പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8 പറയില്ലേ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് യഥാർത്ഥമായൊരു സന്തോഷം നമ്മളിലേക്ക് വരിക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്ത പോയിന്റ്, അവസാനത്തെ പോയിന്റ്, ജെറുസലേം പ്രത്യാശയുടെ ഇടമാണ്. ജെറുസലേം പ്രത്യാശയുടെ ഇടമാണ്. എഴുതി വെച്ചു, ജെറുസലേം, ജെറുസലേം പ്രത്യാശയുടെ ഇടമാണ്. ജെറുസലേം പ്രത്യാശയുടെ ഇടമാണ്. നമ്മുടെ കർത്താവായ യേശു മിശിഹ പീഡകൾ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത ഇടം. മനസ്സിലായോ? മരണത്തോടെ എല്ലാം അവസാനിച്ചിട്ടില്ല, മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ച ഇടമാണ് ഏത്? ജെറുസലേം. വലതുകരം ഉയർത്തി പറഞ്ഞ് ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ സ്തുതി, ഈശോയെ, ഈശോയെ, എൻ്റെ സ്വന്തം ഈശോയെ, എൻ്റെ മാത്രം ഈശോയെ, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് സ്തുതി. ഒറ്റ വിളി വിളിച്ച ഈശോയെ, 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 ഈശോയെ. ജെറുസലേം പ്രത്യാശയുടെ ഇടമാണ്. നമ്മുടെ കർത്താവായ യേശു മിശിഹ പീഡാസഹന മരണ
ഉദ്ധാനം സംഭവിച്ചൊരിടം. ഒരു കല്ലറയും നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്നൊരിടമല്ല. മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന പ്രത്യാശയോട് നമ്മളെ പഠിപ്പിച്ചു തന്നൊരിടമാണ് ഏത്? ജെറുസലേം. എന്താണ് പ്രത്യാശ? 2 ആഴ്ചക്ക് മുമ്പ് ഞാൻ പഠിപ്പിച്ചു തന്നിരുന്നു. എന്താണ് പ്രത്യാശ? എന്താണ് പ്രത്യാശ? വാട്ട് ഈസ് ഹോപ്പ്? എന്താണ് പ്രത്യാശ? 2 ആഴ്ച മുമ്പ് ഞാനൊരു 50 പ്രാവശ്യം പറഞ്ഞു പഠിപ്പിച്ചെന്ന കാര്യം. കുറു. എന്താണ് പ്രത്യാശ? ഗിവ് മീ ദാറ്റ് ഡെഫിനിഷൻ. എന്താണ് പ്രത്യാശ? ഉണ്ടോ? ഞാൻ പറഞ്ഞു തന്നത് ബുക്ക് നോക്കിയാണെങ്കിലും പറഞ്ഞല്ലോ. ഇതൊക്കെ എഴുതിയെടുത്താലേ കിട്ടുള്ളൂ. ഒരാളുടെ ദൈവവിശ്വാസത്തിൽ നിന്ന് വിരിയുന്ന പിറവിയെടുക്കുന്ന പുണ്യമാണ് പ്രത്യാശ. ഒരാളുടെ ദൈവവിശ്വാസത്തിൽ നിന്ന് പിറവിയെടുക്കുന്ന പുണ്യമാണ് പ്രത്യാശ. സിമ്പിളായിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ, ഇപ്പോൾ ഈ ചേച്ചിക്ക് ഒരു 50 ലക്ഷം രൂപ കടമുണ്ടെന്ന് വിചാരിച്ചോ? ഇല്ല, ചേച്ചി കോടീശ്വരിയാണ്. നമ്മുടെ ഈ ഇവിടെയുള്ള മലപ്പുറത്തെ ഏറ്റവും വലിയ കോടീശ്വരിയാണ് ആ ചേച്ചി. അപ്പോൾ ഈ ചേച്ചിക്ക് 50 ലക്ഷം കടമുണ്ടെന്ന് വിചാരിച്ചോ? അപ്പോൾ കടത്തിൽ മുങ്ങി നിൽക്കുകയാണ്. അപ്പോഴും ആ ചേച്ചി പറയാണ്, എനിക്ക് എൻ്റെ ദൈവത്തിൽ വിശ്വാസമുണ്ട്, ഈ കടബാധ്യതയെ മറികടക്കാനായിട്ട് എനിക്ക് സാധിക്കും. അതാണ് പ്രത്യാശ. ചിലർ പറയില്ലേ, അയ്യോ കടം കയറി, അയ്യോ ജീവിതത്തിൽ പ്രശ്നമായി, ഇനി ഞാൻ കയറി വരില്ല, അയ്യോ നിരാശ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? കുറച്ചും പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നിനക്ക് വിശുദ്ധനാവണമെന്ന് വിചാരിച്ചോ? വിശുദ്ധനാവണ്ടേ? പറയണുണ്ടോ? 3 ഒരുപോലെ പറയണം വിശുദ്ധനാവണോ. വിശുദ്ധനാവണമെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോ. ഇവരുടെ ആരെങ്കിലുമൊക്കെ സഭയിൽ വിശുദ്ധരാകാനായിട്ട് ആഗ്രഹമുള്ളവരാണ്, ശ്രദ്ധിച്ച് കേട്ടോ. വിശുദ്ധരാകണമെങ്കിൽ ഞാനും വിചാരിച്ചിരുന്നത് ഇതാണ്. ഞാനിപ്പോൾ 4 പടവുകളാണല്ലോ വിശുദ്ധിയിലേക്ക് പോകാനുള്ള. 1 ധന്യൻ, 2 ദൈവദാസൻ, 3 വാഴ്ത്തപ്പെട്ടവൻ, 4 വിശുദ്ധൻ. അപ്പോൾ ഓരോ പടവുകളിലും കയറുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഉയർത്തുന്നതെന്നാണ്. മനസ്സിലായോ? ഇപ്പോൾ നീ ഇങ്ങോട്ട് വാ, ആരെങ്കിലും വാ, കുമ്പിട്ടിട്ട് വാ. ഇപ്പോൾ ഇവൻ വിശുദ്ധനാവാൻ ആഗ്രഹിക്കണമെന്ന് വിചാരിച്ചോ? ഇവൻ വിശുദ്ധനാവും, ഉറപ്പാണ്. അപ്പോൾ ഇവൻ വിശുദ്ധനാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാളെ ഇവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യാശ. മനസ്സിലായോ? ഇപ്പോൾ ഇവൻ വലിയ ആളായിട്ട് ഒരു 150 വയസ്സായപ്പോൾ മരിച്ചു. സ്വർഗത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇവനെ വിശുദ്ധനാക്കണമെങ്കിൽ സഭ ആദ്യം നോക്കുന്ന 3 കാര്യങ്ങളാണ്. ഇവനിൽ വിശ്വാസമുണ്ടോ, പ്രത്യാശയുണ്ടോ, സ്നേഹമുണ്ടോ എന്ന് നോക്കും. ജീവിതത്തിലുള്ള പ്രതിസന്ധികളുടെ സമയത്തിൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞ ആളാണെന്ന് ശരിക്കും നോക്കും. അങ്ങനെയാണെങ്കിൽ വിശുദ്ധനാക്കൂല സഭ. ശ്രദ്ധിച്ച് കേട്ടോ, സഭ ആരെയും വിശുദ്ധനാക്കൂല. ഹോപ്പില്ലാത്ത ഒരു വ്യക്തിയെയും സഭ വിശുദ്ധനാക്കൂല. വിശ്വാസമില്ലാത്ത, പ്രത്യാശയില്ലാത്ത, സ്നേഹമില്ലാത്ത ഒരു വ്യക്തിയെയും സഭ ഇന്നോളം വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. വിശ്വാസം ഉണ്ടാവണം. കണ്ണും പൂട്ടി എൻ്റെ കർത്താവ് എന്നെ വഴിയെടുത്തെന്ന് വിശ്വാസം ഉണ്ടാവണം. ജീവിതത്തിൽ പ്രതികൂലമായാലും അനുകൂലമായാലും ഏത് മരണത്തിൻ്റെ വിനാഴികയിലും എൻ്റെ കർത്താവ് എന്നെ പിടിക്കുമെന്നുള്ളൊരു പ്രത്യാശ ഉണ്ടാവണം. 3, എന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാനുള്ള സ്നേഹം ഉണ്ടാവണം. ഈ 3 കടമ്പകൾ കടന്നാലേ ഒരാൾക്ക് വിശുദ്ധനാകാൻ പറ്റുള്ളൂ കേട്ടോ. ഈ 3 കടമ്പകൾ കടക്കണം. ഏതൊക്കെ 3 കടമ്പകൾ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. വെരി ഗുഡ്. കയ്യടി കൊടുത്തേ. പോയിരുന്നോ കേട്ടോ. 3 കടമകൾ കടക്കണം ടീച്ചറെ കേട്ടോ. വിശുദ്ധയാകണമെങ്കിൽ 3 കാര്യങ്ങൾ. നമുക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ പറ്റത്തില്ല. എല്ലാവരെയും സ്നേഹിച്ചാലേ പറ്റുള്ളൂ. പ്രത്യാശ ഉണ്ടാവണം, സ്നേഹം ഉണ്ടാവണം, വിശ്വാസം ഉണ്ടാവണം, കണ്ണും പൊട്ടി വിശ്വസിക്കാൻ പറ്റണം. എന്താണ് പ്രത്യാശ? വിശ്വാസത്തിൽ നിന്ന് പിറവിയെടുക്കുന്ന പുണ്യമാണ്. വിശ്വാസത്തിൽ നിന്ന് പിറവിയെടുക്കുന്ന പുണ്യമാണ് പ്രത്യാശ. ഞാൻ അടുത്ത ആഴ്ച ചോദിക്കുമ്പോൾ മറക്കോ? എഴുതി വെക്ക്. വിശ്വാസത്തിൽ നിന്ന് പിറവിയെടുക്കുന്ന പുണ്യമാണ് പ്രത്യാശ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എത്ര പോയിന്റുകൾ അച്ഛൻ പറഞ്ഞു? ജെറുസലേം പഠിപ്പിക്കുന്ന എത്ര ചിന്തകളുണ്ട്? 5 ചിന്തകൾ. ഒരുമിച്ച് പറഞ്ഞാലോ നമുക്ക്? ഒന്നാമത്തേത് ഒച്ച പറയണം. ഒന്നാമത്തേത് ദൈവസാന്നിധ്യത്തിൻ്റെ ഇടം. 2 കൂട്ടായ്മയുടെ ഇടം. കൂട്ടായ്മയുടെ ഇടമാകാൻ കാരണം എന്താ? അപ്പോസ്തലന്മാരുണ്ട്. പിന്നെ സഭയുടെ പ്രതീകമാണത്. പിന്നെ കൂദാശകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഓക്കെ. ഇനി 3-ാമത്തേത് പരിശുദ്ധ അമ്മയുള്ള ഇടമാണ് ജെറുസലേം. 4 പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ഇടമാണ് ജെറുസലേം. 5
പ്രത്യാശയുടെ ഇടമാണ് ജെറുസലേം എന്ന് പറയുന്നത്. ഇനി എമ്മാവൂസ് എന്നും പറഞ്ഞ് വെറുതെ എഴുതി വെച്ചേ. എമ്മാവൂസിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. വെറുതെ എഴുതിയാൽ മാത്രം മതി, ക്ലാസ് എടുക്കണില്ല. ഒന്നാമത്തേത്, എമ്മാവൂസ് ദൈവസാന്നിധ്യമില്ലാത്ത ഇടമാണ് എമ്മാവൂസ്. ഒരിക്കലും ആ സ്ഥലത്തെ മനസ്സിലേക്ക് കൊണ്ടുവരരുത്. സ്ഥലം എമ്മാവൂസ് നല്ല സ്ഥലമാണ്, പക്ഷേ എമ്മാവൂസ് എന്ന് പറയുന്ന ഒരു പ്രതീകമാണ്. ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള ഇടമാണ്. എപ്പോഴാണ് നമ്മൾ പാപത്തിൽ വീഴുന്നത്, എപ്പോഴാണ് ദൈവത്തിൽ നമ്മൾ അകലുന്നത്, അപ്പോൾ നമ്മൾ എമ്മാവൂസിലാണ്. എമ്മാവൂസിൻ്റെ പ്രത്യേകത ദൈവസാന്നിധ്യമില്ലാത്തിടം. 1, ദൈവസാന്നിധ്യമില്ലാത്തിടം. 2, കൂട്ടായ്മയില്ലാത്തിടം. എമ്മാവൂസ്. നമ്മുടെ വീടുകൾ എമ്മാവൂസാണെന്ന് നോക്കണം. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു സ്നേഹവും ഇല്ല, പരസ്പര ധാരണയില്ല, ഒരു എളിമപ്പെടുന്ന അവസ്ഥയില്ല. മക്കൾ മാതാപിതാക്കൾ അനുസരിക്കുന്നില്ല, മാതാപിതാക്കൾ പറയുന്നത് മക്കൾ കേൾക്കുന്നില്ല. മദ്യവും മയക്കുമരുന്നും ലഹരിയും വ്യഭിചാരവും ഒക്കെ പെരുകി നിൽക്കുകയാണെങ്കിൽ, ഒരു കൂട്ടായ്മയില്ലെങ്കിൽ നമ്മളുടെ വീട് എമ്മാവൂസാണെന്നുള്ളൊരു ഓർമ്മ, എമ്മാവൂസ് ആണെന്നുള്ളൊരു ഓർമ്മ നമുക്കുണ്ടാവണം. 3, എമ്മാവൂസ് പരിശുദ്ധ അമ്മയില്ലാത്ത ഇടമാണ്. പരിശുദ്ധ അമ്മയോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ അതാണ് കൂട്ടായ്മയില്ലാത്തൊരിടമാണ്. അതിനകത്ത് അപ്പോസ്തലന്മാർ വരുന്നതാണ് കേട്ടോ. എമ്മാവൂസ് കൂട്ടായ്മയില്ലാത്ത ഇടം. 3-ാമത്തേത് എമ്മാവൂസ് പരിശുദ്ധ അമ്മയില്ലാത്ത ഇടം. നമ്മൾ ആരൊക്കെയാണോ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാതെ മണി പിടിച്ച് ജപമാലയൊക്കെ ചൊല്ലാതിരിക്കുന്നത്, അപ്പോൾ നമ്മളുടെ വീടും നമ്മുടെ ജീവിതവും എമ്മാവൂസാണ്, മറന്നു പോകരുത്. 4-ാമത്തേത് ദൈവാത്മാവില്ലാത്ത ഇടമാണ് എമ്മാവൂസ്. ദൈവാത്മാവില്ലാത്ത ഇടം എമ്മാവൂസ്. 5-ാമത്തേത് പ്രത്യാശയില്ലാത്ത ഇടം എമ്മാവൂസ്. അപ്പോൾ എമ്മാവൂസ് എന്തൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നു? എമ്മാവൂസ് 1, ദൈവസാന്നിധ്യമില്ലാത്തിടം. 2, കൂട്ടായ്മയില്ലാത്തിടം. 3, പരിശുദ്ധ അമ്മയില്ലാത്തിടം. 4, എല്ലാത്തിനും ചുണ്ടനൊക്കെ ഉണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. 5, പ്രത്യാശയില്ലാത്തിടം. ഒന്ന് പറഞ്ഞുതരോ? 5 പറഞ്ഞുതരോ? ഒന്ന് എഴുന്നേറ്റോ. വെരി ഗുഡ്. പരിശുദ്ധ അമ്മയില്ലാത്ത ഇടം. ഓക്കെ. പ്രത്യാശയില്ലാത്ത ഇടം. ഒന്നും കൂടി, ഒറ്റെണ്ണം കൂടി. കൂട്ടായ്മ ഇല്ലാത്ത ഇടം. നീ എഴുന്നേക്ക്. ജെറുസലേമിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞെന്നേ. ഇടം. വെരി ഗുഡ്. പ്രത്യാശയുള്ള ഇടം, ദൈവാത്മാവുള്ള ഇടം, പരിശുദ്ധ അമ്മയുള്ള ഇടം, കൂട്ടായ്മ. കൈയടിക്കൂ. വണ്ടർഫുൾ, വെരി ഗുഡ്. ഐ എം വെരി ഹാപ്പി. കണ്ടോ, അവർ വന്ന് നമ്മളാകെ അവർ വന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ നിറവ് കണ്ടോ. അതാണ് ആ പിള്ളേരുടെ ഒരു ഫോർമേഷൻ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.